ഹായ് ഫ്രണ്ട്സ്, R4Aയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഗ്ലോബൽ അനിശ്ചിതത്വം കാരണം അത്ര നല്ല ഒരു പ്രകടനമല്ല കാഴ്ചവെച്ചത് നമുക്കറിയാം. ഒരു വീക്ക്ലി ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ക്ലോസിങ് ഏകദേശം 166 പോയിന്റ് താഴെ ഇടിഞ്ഞാണ് കഴിഞ്ഞ ഒരാഴ്ച കാണാൻ കഴിയുക. ഏകദേശം 0.66% ഒരു ഡൗണിലാണ് നിഫ്റ്റി ഉള്ളത്. അപ്പോൾ അതിന് മുമ്പത്തെ ആഴ്ച നമ്മൾ കണ്ടതാണ് 4% വമ്പിച്ച റാലിയാണ് നിഫ്റ്റിയിലുണ്ടായത്. ആ ഒരു മൊമെൻ്റ് നിലനിർത്താനായില്ലെന്ന് മാത്രമല്ല, റെഡിലാണ് കഴിഞ്ഞ വീക്കിൽ അതിൻ്റെ പെർഫോമൻസ് നമുക്ക് ഓവറോളായിട്ട് കാണാൻ കഴിയുക. നിഫ്റ്റിയിലെ 13ഓളം മേജർ ഇൻഡെക്സുകളിൽ 9ഓളം ഇൻഡെക്സുകളും ലോസിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തത്. അവിടെ കാര്യമായ 2 സെക്ടറാണ് അത്യാവശ്യം ഒരു പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. ഒന്ന് റിയാലിറ്റി സെക്ടറും മറ്റൊന്ന് മെറ്റൽ സെക്ടറുമാണ്. ഈ 2 സെക്ടറിലും നേരിയൊരു അപ്സൈഡ് മൂവ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഏറ്റവും മോശം പെർഫോമൻസ് നമ്മൾ കാണാൻ കഴിയുന്നത് ഓട്ടോ ഇൻഡെക്സിലും IT ഇൻഡെക്സിലും FMCG ഇൻഡെക്സിലുമാണെന്ന് കാണാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ ഈ മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റം സ്ലോ ആയതിന് പിന്നിൽ കുറേ കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ത്യ-US ട്രേഡ് എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള അതിൻ്റെ ആ ഒരു എഗ്രിമെൻറ്റ് ഫൈനലൈസ് ചെയ്യുന്നതിൽ വന്ന ഡിലേ ആണ് മാർക്കറ്റിൻ്റെ ആ ഒരു മൊമെൻറ്റം പിറകിലോട്ട് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഈ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു കുതിപ്പ് തുടങ്ങിയത് ട്രംപിൻ്റെ ആ ഒരു 0 താരിഫ് അനൗൺസ്മെൻറ്റിനോട് കൂടിയായിരുന്നു. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് കൂടുതലായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരും എന്ന് മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അതുണ്ടായില്ല. ഇതുകൂടാതെ കോർപ്പറേറ്റ് ഏർണിങ്സ് അതിൻ്റെ Q4 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ ഒരു മിക്സഡ് ആയിട്ടുള്ള Q4 റിസൾട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതുകൂടാതെ US മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പലതും അത്ര എൻകറേജിംഗ് ആയിട്ടുള്ള വാർത്തകളായിരുന്നില്ല. നമുക്കറിയാം ബോണ്ട് മാർക്കറ്റ് വളരെ വീക്കാണ്, കൂടാതെ ഡോളറും വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അമേരിക്കൻ മാർക്കറ്റ് സൃഷ്ടിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ഈ ഏറ്റവും റീസെൻ്റ് ആയിട്ട് അവർ ടാക്സ് കട്ട് റിലേറ്റഡുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അനിശ്ചിതത്വങ്ങൾ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബാഡ് ഷേപ്പിലുള്ള ഒരു എക്കണോമിയാണ്, അല്ലെങ്കിൽ ബാഡ് ഷേപ്പിലുള്ള ഒരു മാർക്കറ്റാണ് അമേരിക്കയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിപ്പിൾ എഫക്റ്റ് പല ഗ്ലോബൽ ഇൻഡെക്സുകളിലും നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ഇൻഡെക്സിൽ നമുക്കത് ദൃശ്യമായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ബ്രോഡർ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ് സെഗ്മെൻറ്റിൽ ഒരു 0.3% അപ്സൈഡ് മാത്രം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്മോൾ ക്യാപ് 250 ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ അവിടെ 0.3% ഒരു അപ്സൈഡ് മൂവ് ഉണ്ടായതായിട്ട് കാണാം. എന്നാൽ മിഡ് ക്യാപ് സെഗ്മെൻറ്റിൽ 0.7% ഡൗൺ ആയിട്ടാണ് കഴിഞ്ഞ 1 വീക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ തീമാറ്റിക് ഇൻഡെക്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഡിഫൻസ് സ്പേസിലുള്ള ഒരു ഇൻഡെക്സ്, പ്രത്യേകിച്ച് നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ഇൻഡെക്സ്, അതിൽ അത്യാവശ്യം ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ആഴ്ച അവിടെ 1.75% ഒരു അപ്സൈഡ് മൂവ് അവിടെ ഉണ്ടായിട്ട് കാണാൻ പറ്റും. ആക്ച്വലി കഴിഞ്ഞ 3 മാസങ്ങളിലുള്ള ഓവറോൾ ഈ ഡിഫൻസ് ഇൻഡെക്സിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത് 58% ആണെന്ന് കാണാൻ കഴിയും. അതേപോലെ 1 മന്തിന് മാത്രം അത് 23% അപ്സൈഡ് പോയതായിട്ടും കാണാം. അപ്പോൾ ഇവിടെ ഇന്തോ പാക് വാറിന് ശേഷം ഉണ്ടായിട്ടുള്ള ആ ഒരു പോസ്റ്റ് വാർ സിനാരിയോയിൽ ഇന്ത്യൻ ഡിഫൻസ് സെഗ്മെൻറ്റിൽ കൂടുതൽ ഓർഡർ ബുക്കുകൾ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു മുന്നേറ്റം നമുക്ക് ഡിഫൻസ് സെഗ്മെൻറ്റിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിഫ്റ്റി ഒരു ഡൗൺ ടേണിലാണെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ 200-day മൂവിങ് ആവറേജ് എടുത്താലും 21-day മൂവിങ് ആവറേജ് എടുത്താലും അതിന് മുകളിലാണ് ഇപ്പോഴും നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് അവിടെ അണ്ടർലൈങ് ആയിട്ട് നല്ലൊരു സ്ട്രെങ്ത് നമ്മളെ മാർക്കറ്റിൽ ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അതിന് 25,200 എന്നുള്ള ആ ഒരു ലെവലിൽ നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കാരണം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് 24,500 എന്ന ലെവലിലായിരിക്കും ഒരു സപ്പോർട്ട് നിയർ ടേമിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അത് ഏകദേശം 20-day മൂവിങ് ആവറേജിനടുത്തുള്ള ഒരു ലെവലാണ് ഈ 24,500 എന്ന് പറയുന്ന ലെവൽ. അപ്പോൾ ആ ഒരു ലെവലിന് താഴേക്ക് നിഫ്റ്റി പോവുകയാണെങ്കിൽ അത് 24,100 വരെ പോകാനുള്ള ഒരു ടെൻഡൻസി തീർച്ചയായിട്ടും നിഫ്റ്റിയിലുണ്ട്. എന്നാൽ അപ്സൈഡ് ഒരു 25,000 എന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ലെവൽ, ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞിട്ട് 25,200 വരെ അത് പോവുകയാണെങ്കിൽ ആ ഒരു ലെവലും കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് നഷ്ടപ്പെട്ട ഒരു മൊമെൻറ്റം തിരിച്ചു പിടിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ച ഒരു ട്രിഗർ പോയിൻ്റായിട്ട് മാർക്കറ്റിൽ വരാൻ സാധ്യതയുള്ള ചില ഇവൻറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കാണെങ്കിൽ മെയ് 28 നമ്മുടെ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഡാറ്റയും അതുപോലെ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ ഡാറ്റയും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് മാർക്കറ്റിൽ ഒരു ട്രിഗർ പോയിൻ്റായിട്ട്
നിഫ്റ്റിയുടെ ദിശ നിർണ്ണയിക്കാൻ പര്യാപ്തമായ ഡാറ്റ ആയിരിക്കും. അതേപോലെ തന്നെ GDP ഡാറ്റയും വരുന്നത് അടുത്ത ആഴ്ചയാണ്. അത് മെയ് 30-ാം തീയതിയാണ് വരുന്നത്. അതും ഒരു പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ അടുത്ത ആഴ്ച കാണാൻ കഴിയും. ഇതുകൂടാതെ നമ്മുടെ Q4 ഏർണിങ്സിൻ്റെ ആ ഒരു സീരീസ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുവിധം എല്ലാ കമ്പനികളുടെയും റിസൾട്ടുകൾ വന്നു കഴിഞ്ഞു. ഇപ്പോൾ പ്രധാനപ്പെട്ട ചില കമ്പനികളുടെ റിസൾട്ട് അടുത്ത ആഴ്ച വരാനുള്ളത് LIC, അതുപോലെ ബജാജ് ഓട്ടോ, അരബിന്ദോ ഫാർമ, IRCTC പോലെയുള്ള ഷെയറുകളുടെ റിസൾട്ടാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. അപ്പോൾ ആ റിസൾട്ടുകളും ചിലപ്പോൾ ചില സെക്ടറുകളിൽ എന്തെങ്കിലും വിധത്തിലുള്ള ട്രിഗർ പോയിൻ്റായിട്ട് വർത്തിച്ചേക്കാം. ഇതുകൂടാതെ നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ IPOയുടെ ഒരു ഉണർവ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ അടുത്ത ആഴ്ച തന്നെ ഏകദേശം 4ഓളം IPOകൾ ഓൾറെഡി ഓപ്പൺ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൽ AGS വോപാക്ക് ഉണ്ട്, അതുപോലെ ലീല ഹോട്ടൽസിൻ്റെ IPO ഉണ്ട്, പ്രോസ്ട്രാം ഇൻഫോസിസ്റ്റത്തിൻ്റെ IPO ഉണ്ട്, അതുപോലെ സ്കോഡ ട്യൂബ്സിൻ്റെ ഒരു IPO ഉണ്ട്. ഇത് കൂടാതെ തന്നെ 5ഓളം SME IPOകളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ IPOയുടെ ആ ഒരു ആകർഷണീയത കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് മെല്ലെ മെല്ലെ തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റിലെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കിയത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് ആയിരുന്നു. അവർ കഴിഞ്ഞ ആഴ്ച മാത്രമേ 15,000 കോടിക്ക് മുകളിലുള്ള ഒരു നെറ്റ് സെല്ലിംഗ് നടത്തിയായിട്ട് കാണാൻ കഴിയും. എങ്കിലും ഓവറോൾ നമ്മൾ ഈ മാസം മുഴുവൻ എടുക്കുകയാണെങ്കിൽ 12,191 നെറ്റ് ബൈങ് തന്നെയാണ് ഇപ്പോഴും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ കാണാൻ കഴിയുക. അപ്പോൾ FIIസിൻ്റെ ആക്ടിവിറ്റി നെക്സ്റ്റ് വീക്കിലും സെല്ലിംഗ് തന്നെയാണെങ്കിൽ അത് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. എന്നാൽ അവർ ബൈങ് മോഡിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മാർക്കറ്റിലെ പെർഫോമൻസിൻ്റെ ഒരു ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമായിട്ട് മാറിയേക്കും. ഇതുകൂടാതെ നമ്മൾ അടുത്ത ആഴ്ച ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 27 മാർച്ച് മന്ത്ലി എക്സ്പയറിയാണ്. അതിൻ്റേതായ വളറ്റിലിറ്റി നമ്മൾ മാർക്കറ്റിൽ ആ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടി വരും. അപ്പോൾ ഏതായാലും അടുത്ത ആഴ്ച മാർക്കറ്റിന് മുന്നോട്ട് നയിക്കണമെങ്കിൽ India-US ട്രേഡ് ഡീലിൻ്റെ ആ ഒരു ഫൈനൽ എഗ്രിമെൻറ്റ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസിറ്റീവ് ട്രിഗർ വാർത്തകൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതായിരിക്കും നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സിൻ്റെ ഷേപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഇവൻ്റ്. അതുകൂടാതെ ജെറോം പവലിൻ്റെ ഒരു സ്പീച്ച് തീർച്ചയായിട്ടും മെയ് 26-ാം തീയതി US ഫെഡറൽ റിസർവിൻ്റെ മോണിറ്ററി പോളിസി സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും. അത് ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു ദിശ നിർണ്ണയിക്കാൻ പര്യാപ്തമാകുന്ന ഒരു ഇവൻ്റായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് നെക്സ്റ്റ് വീക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ കാണുന്ന ചില സ്റ്റോക്കുകൾ ഇപ്പോൾ ROEയും ROCയും ഹൈ ലെവലിൽ കാണുന്നത്, ഏകദേശം 20% മുകളിൽ കാണുകയും അതേസമയത്ത് അതിൻ്റെ PE റേഷ്യോ ഇൻഡസ്ട്രി PEക്ക് താഴെയും ട്രേഡ് ചെയ്യുന്ന ചില സ്റ്റോക്കുകൾ ഇവിടെ മെൻഷൻ ചെയ്യുകയാണ്. നമുക്കറിയാം ROEയും ROCയും എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയും അതിൻ്റെ എഫിഷ്യൻസിയും ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട 2 ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഈ ഒരു ഫൈനാൻഷ്യൽ മെട്രിക്സ് അത് 15-ന് മുകളിൽ ROEയും അതേപോലെ 20-ന് മുകളിൽ ROCയും ഉണ്ടെങ്കിൽ ആ കമ്പനി നമുക്ക് പൊതുവെ ഫൈനാൻഷ്യലി ഹെൽത്തി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹൈ ROEയും പക്ഷേ ലോ ആയിട്ടുള്ള ROCയും ആണെങ്കിൽ ആ കമ്പനി ഡെറ്റ് കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു കമ്പനി ആയിരിക്കും. അതുപോലെ ഹൈ ROCയും മോഡറേറ്റ് ROEയും ആണെങ്കിൽ ആ കമ്പനിയുടെ ടോട്ടൽ എഫിഷ്യൻസിയാണത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പൊതുവെ ROEയും ROCയും ബേസ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്തും അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയും അതിൻ്റെ എഫിഷ്യൻസിയും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. എങ്കിലും ഇതൊരു ഫൈനൽ മെട്രിക്സ് മാത്രമല്ല, ഇത് കൂടാതെ മറ്റ് മാനേജ്മെൻറ്റ് ക്വാളിറ്റികളും ഒക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഓത്തം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന കമ്പനിയുടെ ROC 31-ഉം ROE 34-ഉമാണ്. സ്റ്റോക്കിൻ്റെ PE ആണെങ്കിൽ 8.96 മാത്രമേ ഉള്ളൂ. ഇൻഡസ്ട്രി PE 21.6 അപ്പോൾ ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും നമ്മൾ വാച്ച് ലിസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു സ്റ്റോക്കാണ്. മറ്റൊരു സ്റ്റോക്ക് ഇതേ രീതിയിൽ കാണുന്നത് പെട്രോനെറ്റ് LNG ലിമിറ്റഡ് ആണ്. ഇതിൻ്റെ ROC 25-ഉം ROE 21-ഉമാണ്. സ്റ്റോക്കിൻ്റെ PE വെറും 12 മാത്രമേ ഉള്ളൂ. ഇൻഡസ്ട്രി PE ആണെങ്കിൽ 16-ആണ്. അപ്പം ഈ സ്റ്റോക്കും നമുക്ക് തീർച്ചയായിട്ടും വാച്ച് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ്. മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് ഹൈ ROEയും ROC കാണിക്കുന്നത് HCL ടെക്നോളജീസ് ആണ്. ഇതിൻ്റെ ROC 31-ഉം ROE 25-ഉമാണ്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 25-ആണ്. ഇൻഡസ്ട്രി PE 30 ഉണ്ട്. അപ്പോൾ അവിടെ എത്രയോ താഴെയായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. മറ്റൊന്ന് ITC ആണ്. FMCG സെഗ്മെൻറ്റുള്ള ഈ ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് അതിൻ്റെ ഇൻഡസ്ട്രി PE 32-ആണ്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 27-ആണ്. ROC ആണെങ്കിൽ 37-ഉം ROE 27-ഉമാണെന്ന് കാണാം. മറ്റൊരു സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ്. ഇതിൻ്റെ ഇൻഡസ്ട്രി PE 56-ആണ്. സ്റ്റോക്കിൻ്റെ PE 53-ആണ്. എങ്കിലും ഇൻഡസ്ട്രി PEക്ക് താഴെയാണ് ഇപ്പോഴും അത് ട്രേഡ് ചെയ്യുന്നത്. ROC 28-ഉം ROE 20-ഉം കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു FMCG സ്റ്റോക്കാണ് ഈ ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ഇതൊക്കെയാണ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 5 സ്റ്റോക്കുകൾ. എന്നാലും മൊത്തത്തിൽ അടുത്ത ആഴ്ച മാർക്കറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ വ്യൂവും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.